പോലെ ആയിട്ടുണ്ട്, ഇത് മാറ്റാറായിട്ടുണ്ട്. പിന്നെ ജി നമ്മുടെ SBM തന്നെ നമുക്ക് കുറേ തരം എണ്ണകളുണ്ട്. പിന്നെ നമ്മുടെ ആ വാദസംബന്ധമായ വീഡിയോ ഉണ്ടല്ലോ, അതിൽ ഈ മുറിവെണ്ണേനെ മാത്രം എന്തെങ്കിലും എടുത്ത് പറഞ്ഞേക്കുന്നത്? നമ്മുടെ ആ ലിംഫാറ്റിക് മസാജിന്റെ വീഡിയോയിലല്ലേ. കാരണം എന്താ അറിയോ, ആയുർവേദത്തിലും സിദ്ധയിലും യുനാനിയിലും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 1000-ഓളം എണ്ണകൾ ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം പാരമ്പര്യ വൈദ്യന്മാരുടെ കയ്യിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ ധാരാളം തരം എണ്ണകളുണ്ട്. പക്ഷെ ആ എണ്ണകളൊക്കെ തന്നെ തൈലങ്ങൾ, അതായത് പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് തൈലങ്ങൾ, അതിൽ പലതും അകത്തേക്കും കഴിക്കാന്നറിയാലോ. അത് ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഓരോ പ്രകൃതക്കാർക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും ഒരു നല്ല ആയുർവേദ വിദഗ്ധന്റെ ഒരു നിർദ്ദേശത്തിൽ മാത്രമാണ് അത്തരം എണ്ണകൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷെ മുറിവെണ്ണയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താ അറിയോ, ഇതിന്റെ പേര് മുറിവെണ്ണ എന്നാണ്. ഇത് ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വേണമെങ്കിലും നമുക്ക് പറയാം. അതായത് ചൊറി, ചെരങ്ങ്, മുറിവ്, പൊള്ളല്, അത് കൂടാതെ പിന്നെ പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെസ്റ്റേഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, സ്കിന്നിലുള്ള അലർജികൾ, പിന്നെ പൈൽസ്, വെരിക്കോസ് വെയിൻ, ഫിഷർ, ഫിസ്റ്റുല എന്ന് തുടങ്ങി എന്തിനൊക്കെ വേണം അതിനൊക്കെ ഇത് ഉപയോഗിക്കാം. മുറിവിന് മാത്രമല്ല, മുറിവെണ്ണ എന്നാണ് പേര്, പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു വൈദ്യ നിർദ്ദേശമൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മലയാളിയല്ല, പുറത്തുനിന്ന് വന്നതാണ്. അതായത് തമിഴനാണ് ശരിക്കും മുറിവെണ്ണ. മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴില് അതിന്റെ അർത്ഥം ഫ്രാക്ചർ എന്നാണ്, ഒടിവ് എന്നാണ്. അപ്പൊ അതിനൊരു 200-ൽ പരം തൈലങ്ങൾ ഈ സിദ്ധവൈദ്യത്തിലുണ്ട്. അതിൽ നിന്ന് കടം കൊണ്ട് ഇവിടെ കേരളത്തിൽ ഓരോരോ വൈദ്യന്മാർക്കും ഓരോ പ്രത്യേക തരത്തിലുള്ള കൂട്ടാണ് മുറിവെണ്ണയ്ക്കുള്ളത്. അപ്പൊ എന്റെ ഗുരുനാഥൻ ഇത് അകത്തേക്ക് കഴിക്കാനും പറയാറുണ്ട്. നമ്മുടെ മുറിവെണ്ണയുടെ യോഗം അത് എത്ര പ്രത്യേകത ആയിട്ടുള്ള എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ കണ്ടാൽ എന്നെ മനസ്സിലാവുള്ളൂ. അത്ര നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതിന്റെ പ്രോസസ്സ് കണ്ടാൽ അറിയാം അത് എന്തുകൊണ്ടാണ് പ്രത്യേകമാവുന്നത് എന്നുള്ളത്. അപ്പൊ ഏത് കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. വാദവേദനകൾക്ക്, നടുവേദന ആയിക്കോട്ടെ, കൈവേദന, കാലുവേദന, കഴുത്തുവേദന, ഒടിവേദന, മുട്ടുവേദന, ഇതിനെല്ലാം അത് ഉപയോഗിക്കാം. പിന്നെ വെറുതെ തേച്ചു കുളിക്കാനും നല്ലതാണ്, എന്ന് വെച്ചാൽ ദേഹത്തൊക്കെ തേച്ചു കുളിക്കാൻ നല്ലതാണ്. മുഖക്കുരുവിന് നല്ലതാണ്. അതെ അതെ അതെ, മുഖക്കുരുവിന് പോലും ഇത് നല്ലതാണ്. അതുകൊണ്ടാണ് ഇതിനെ, ഈ മുറിവെണ്ണയെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞത്. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു, കൊട്ടൻ ചുക്കാതി പറ്റില്ലേ, ധാന്വന്തരം പറ്റില്ലേ? എല്ലാ എണ്ണകളൊക്കെ പറ്റും, പക്ഷെ അത് അവരുടെ പ്രകൃതത്തിന് ചേർന്നതാണോ എന്നുള്ളത് അവരുടെ ഒരു ആയുർവേദ വൈദ്യനോടോ ഡോക്ടറോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പൊ നമ്മുടെ മുറിവെണ്ണ എന്തായാലും നമ്മുടെ ചാനലിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്ക്. മനീഷ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാവരും ഇത് കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും നമ്മുടെ മുറിവെണ്ണ ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് വേണം മുറിവെണ്ണ ഉപയോഗിക്കാൻ തുടങ്ങാൻ കേട്ടോ.